അപ്പൊ നമ്മുടെ അനുമോള് അനീഷ് തന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ കാര്യം ആദിലനോടും നൂറനോടും പറയുന്നുണ്ട്. അനുമോൾ ഈ കാര്യം പറയുന്ന സമയത്ത് ഇതൊട്ടും വിശ്വസിക്കുന്നില്ല ആദിലയും നൂറയും. ആദിലയും നൂറയും പറയുന്നുണ്ട് അത് ചിലപ്പോൾ അനീഷേട്ടൻ തമാശയ്ക്ക് പറഞ്ഞതാവും. അപ്പൊ അനു പറയുന്നുണ്ട് തമാശയൊന്നും അല്ല, അനീഷേട്ടൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തമാശയായിട്ട് പറയില്ല. അപ്പൊ അതിൽ ചോദിക്കുന്നുണ്ട് ചിലപ്പോൾ തമാശ ആയിരിക്കില്ല, പ്രാങ്ക് ആയിരിക്കുമെന്ന്. അനീഷിനോട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് അനുവിന് ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല. അപ്പൊ അനു ഈ ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ആദിലനോടും നൂറയോടും പറയുന്നത്. പക്ഷെ അവരാണെങ്കിൽ ഇക്കാര്യം വിശ്വസിക്കുന്നുമില്ല. അപ്പം നമ്മുടെ അനുമോള് ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ പുള്ളിക്കാരനോട് പറയുക, പുള്ളിക്കാരൻ ഈ നെഗറ്റീവ് ഫീൽ ചെയ്യോ, ഞാനിപ്പോൾ എന്താ ചെയ്യുക, പുള്ളിക്കാരനോട് എന്താ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല, പുള്ളിക്കാരൻ ഇപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണ്. അപ്പൊ നൂറ പറയുന്നുണ്ട് എന്തായാലും പുള്ളിക്കാരൻ ആകെ ഒരു മൈൻഡൊക്കെ മാറിയ അവസ്ഥയിലാണ്, മുഖമൊക്കെ വല്ലാണ്ടങ്ങ് വീർപ്പിച്ചിരിക്കുകയാണ് തെറ്റിയതുപോലെ. പിന്നെ അത് മാത്രമല്ല കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ ഒരു കുളത്തിട്ടിട്ട് പോയിട്ടുണ്ട്. ലാലേട്ടൻ കുളത്തിട്ടിട്ട് പോയി, ആ പുതപ്പിന്റെ കാര്യമൊക്കെ ഈ ലാലേട്ടനാണെങ്കിൽ ഓരോ ആഴ്ച വന്ന് ഓരോ കുളത്തിട്ടിട്ട് ഇങ്ങ് അങ്ങോട്ട് പോകും. ഈ ആഴ്ച എന്താണെങ്കിലും നിങ്ങളുടെ ഈ ഒരു കാര്യം ചോദിക്കും. ലാലേട്ടൻ വന്ന് എന്താണെങ്കിലും ഈ ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് നീ പതറാതെ ഉത്തരം പറഞ്ഞേക്കണം. എന്നാൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാടി, ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഈ വീട്ടിൽ ഇനി സംസാരിക്കുന്നില്ല. ഇനി ഈ വീട്ടിൽ അത് വലിയൊരു പ്രശ്നമായി മാറണ്ടല്ലോ. ഞാൻ അനീഷേട്ടനോട് പറഞ്ഞോളാം, നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് സംസാരിച്ച് തീർക്കാമെന്ന്. അങ്ങനെ പറഞ്ഞാലോ എന്ന് അനുമോള് ആദിലയോടും നൂറയോടും ചോദിക്കുന്ന സമയത്ത് ആദിലയും നൂറയും കൂടെ അനുമോൾക്ക് തിരിച്ചു മറുപടി കൊടുക്കുന്നുണ്ട്. വേണ്ട, അത് നീ ചെയ്യുന്നത് മോശമാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് വല്ലാതെ പ്രതീക്ഷ കൊടുക്കുന്ന പോലെ ആയിരിക്കും. അങ്ങനെയുള്ള സ്ഥിതിക്ക് നീ അങ്ങനെ പറഞ്ഞത് മോശമാകും. നീ ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ പറ. ഞാൻ ചേട്ടനെ ഒരു ബ്രദർ ആയിട്ടാണ് കണ്ടത് എന്ന് വേണമെങ്കിൽ പറഞ്ഞു. അപ്പൊ അനുമോള് പറയുന്നുണ്ട് എനിക്ക് ചേട്ടനോട് സംസാരിക്കാൻ ഭയമാണ്, നിങ്ങളൊന്ന് പോയി പറയൂ എന്ന്. അപ്പൊ ആദിലയും നൂറയും കൂടെ പറയുന്നുണ്ട് ഞങ്ങളല്ല സംസാരിക്കേണ്ടത്, നീ തന്നെയാണ് സംസാരിക്കേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെച്ച് താമസിപ്പിക്കാൻ പാടില്ല, അദ്ദേഹത്തിനൊരു പ്രതീക്ഷ ചുമ്മാ കൊടുക്കരുത്. ഞാൻ ഓരോ കാര്യങ്ങളും തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണ്, അത് അദ്ദേഹം സീരിയസ് ആക്കി എടുക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഈ ചേട്ടൻ എന്തായി ചെയ്തത്, പുറത്തിറങ്ങിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അനു ആ വിഷയം അങ്ങ് ക്ലോസ് ചെയ്യുന്നുണ്ട്. ബാക്കി നമുക്ക് ലൈവിൽ കണ്ടറിയാം.